ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 40 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രണ്ട് സംഭവങ്ങൾ, യേശു ചെയ്ത രണ്ട് അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, 12 വർഷക്കാലം രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുന്നു. അതുപോലെ 12 വയസ്സുള്ള മരിച്ച യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നു. ഈ രണ്ട് സംഭവങ്ങളിലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 12 വർഷക്കാലം രക്തസ്രാവം ബാധിച്ച സ്ത്രീ, അതുപോലെ 12 വയസ്സുള്ള യായിറോസിന്റെ മകൾ. ഈ നമ്പർ രണ്ട് സംഭവങ്ങളിലും കോമൺ ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: നമ്മുടെ ദൈവം പരീക്ഷയോടൊപ്പം പോക്കുവഴിയും ഉണ്ടാക്കും. ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ വാക്യം എത്ര അർത്ഥവത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു കർത്താവ് ലഗ്യോൻ ബാധിച്ച മനുഷ്യന് സൗഖ്യം കൊടുത്തിട്ട് മടങ്ങി വരുമ്പോൾ പുരുഷാരം യേശുവിന്റെ ചുറ്റും കൂടുന്നു. ഈ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ യേശുവിന്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കുകയാണ്. തന്റെ ഏകജാതിയായ മകൾ രോഗം ബാധിച്ച് മരിക്കാറായിരിക്കുന്നു, അവൾക്ക് സൗഖ്യം കൊടുക്കണം. യേശു കർത്താവ് യായിറോസിന്റെ അഭ്യർത്ഥന മാനിച്ച് മകൾക്ക് സൗഖ്യം കൊടുക്കുവാനായിട്ട് കഫർന്നഹൂമിൽ യായിറോസിന്റെ വീട്ടിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ധാരാളം പുരുഷാരം യേശുവിനെ തിക്കി തിരക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്ത് നമ്മൾ കാണുന്ന സംഭവമാണ് 12 വർഷക്കാലമായിട്ട് രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീയുടെ അനുഭവം. അവൾ തനിക്ക് ഉണ്ടായിരുന്നതെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. ഇനി തനിക്ക് സൗഖ്യത്തിന് ഒരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കി നിസ്സഹായയായ സമയത്ത് അവൾ ചിന്തിക്കുകയാണ്, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ തനിക്ക് സൗഖ്യം വരുമെന്ന് ഈ സ്ത്രീ ചിന്തിച്ച് യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച് പുറപ്പെടുകയാണ്. യേശു കർത്താവ് യായിറോസിന്റെ മകൾക്ക് സൗഖ്യം കൊടുക്കുവാനായിട്ട് യാത്ര പുറപ്പെടുമ്പോൾ ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീ താമസിക്കുന്ന പട്ടണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതറിഞ്ഞ രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശു കർത്താവിനെ വന്ന് കണ്ട് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുന്നു. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ശക്തി പുറപ്പെടുന്നു. അവൾക്ക് അത്ഭുതകരമായിട്ട് സൗഖ്യം ലഭിക്കുന്നു. അത്രയേറെ വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാല് അവൾക്ക് സൗഖ്യം വരുമെന്ന് അവൾ വിശ്വസിച്ച നിമിഷം അവളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നതായിട്ട്, യേശു ആ പട്ടണത്തിലൂടെ കടന്നു പോകുവാനായിട്ട് തീരുമാനമെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ രണ്ട് സംഭവങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 12 വർഷക്കാലം മുമ്പാണ് രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് ഈ രോഗം പിടിപെടുന്നത്. അതേ സമയം തന്നെ, അതേ വർഷം തന്നെ അവളുടെ പ്രശ്നത്തിലുള്ള പരിഹാരവും കഫർന്നഹൂമിൽ യായിറോസിന്റെ വീട്ടിൽ ജനിക്കുന്നു. അതായത് യായിറോസിന് ഒരു മകൾ ജനിക്കുന്നു. 12 വർഷക്കാലം കഴിഞ്ഞിട്ട് എപ്പോഴാണോ ഈ സ്ത്രീയുടെ വിശ്വാസം ഒരു അത്ഭുതത്തിനായിട്ട് ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ഉള്ളം യേശു കർത്താവിൽ നിന്ന് ഒരു അത്ഭുതം റിസീവ് ചെയ്യത്തക്ക വിധത്തിൽ ആ വിശ്വാസത്തിന്റെ ഒരു തലത്തിലേക്ക് കടക്കുന്നത്, ആ സമയത്ത് യായിറോസിന്റെ മകൾക്ക് രോഗം പിടിപെടുന്നു. ആ മകൾ മരിച്ചു പോകുന്നു. അവൾക്ക് സൗഖ്യം കൊടുക്കുവാനായിട്ട്, അവളെ ഉയർപ്പിക്കുവാനായിട്ട് യേശു കർത്താവ് രക്തസ്രാവക്കാരിയായ സ്ത്രീ താമസിക്കുന്ന പട്ടണത്തിലൂടെ കടന്നു പോകുന്നു. അതായത് അവൾക്ക് സൗഖ്യം പ്രാപിക്കുവാനുള്ള ആ ഒരു സന്ദർഭം സ്വർഗം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചു വയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അത് നമ്മളെ വിശ്വാസത്തിന്റെ പുതിയ തലത്തിലേക്കും ആത്മീക വർധനവിലേക്കും നയിക്കുവാനായിട്ടുള്ളതാണ്. ഈ പ്രശ്നം കണ്ടിട്ട് നമ്മൾ ഭാരപ്പെടുകയോ കലങ്ങുകയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം പ്രശ്നത്തോടൊപ്പം തന്നെ പോക്കുവഴിയും ഉണ്ടാക്കുന്ന ഒരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് രോഗം പിടിപെട്ടപ്പോൾ തന്നെ അവൾക്ക് സൗഖ്യത്തിനുള്ള ഒരു കാരണം യായിറോസിന്റെ വീട്ടിൽ ജനിച്ചുവെങ്കിൽ അവൾക്ക് രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് സൗഖ്യം വരേണ്ട സമയമായപ്പോൾ കൃത്യമായിട്ട് യായിറോസിന്റെ വീട്ടിൽ ഒരു മരണം നടക്കുന്നു. യേശു ഈ സ്ത്രീ വസിക്കുന്ന പട്ടണത്തിലൂടെ കടന്നു പോകുന്നു. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുവാനായിട്ട് കടന്നു പോകുന്നു. അപ്പോൾ ഈ സ്ത്രീയും യേശുവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുകയും അത്ഭുതകരമായിട്ട് ഈ സ്ത്രീ വിടുവിക്കപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വിശ്വസിക്കാം, ഈ പരീക്ഷ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഒപ്പം തന്നെ പോക്കുവഴിയും ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പരിഹാരവും ദൈവം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പതറിപ്പോകേണ്ട കാര്യമില്ല. അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.